തൃശൂർ മാളയിൽ അനുകൂല കോടതി ഉത്തരവുണ്ടായിട്ടും സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിയതായി പരാതി. പുത്തൻചിറ പഞ്ചായത്തിലെ 2020 സ്ഥാനാർത്ഥിയായ വിജയലക്ഷ്മിയുടെ നോമിനേഷനാണ് തള്ളിയത്. കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ചിരുന്നെങ്കിലും ഉദ്യോഗസ്ഥർ പരിഗണിച്ചില്ലെന്നും ആരോപണമുണ്ട്. പത്രിക തള്ളിയതോടെ പൊട്ടിക്കരഞ്ഞ് 2020 സ്ഥാനാർത്ഥി. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. ലെവിൻ, വൈകാരികമായ പ്രതികരണം ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് കോടതി ഉത്തരവുണ്ടെങ്കിൽ കോടതിയെയോ നിയമ സംവിധാനങ്ങളെയോ സമീപിക്കാമല്ലോ. എന്താണ് സംഭവിച്ചത് അവിടെ? ബിനിൽ, കഴിഞ്ഞ ദിവസമാണ് വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഇവർക്ക് നോട്ടീസ് ലഭിക്കുന്നത്. 5-ാം തീയതി വരെയായിരുന്നു ഈ നോമിനേഷന് മുന്നോടിയായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരമുണ്ടായിരുന്നത്. ജില്ലാ വരണാധികാരിയെ കണ്ട് ഇവർ അപ്പീൽ നൽകുകയും ആ അപ്പീൽ അനുകൂലമായിട്ടുള്ള ഉത്തരവുണ്ടാവുകയും ചെയ്തു. ഹൈക്കോടതിയെയും ഇതിനിടയിൽ സമീപിക്കുക കൂടി ചെയ്തു. അപ്പോൾ ഇവരുടെ അപേക്ഷ പരിഗണിക്കണമെന്നുള്ള നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചതാണ്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇത് പാലിക്കാതെ ഏകപക്ഷീയമായി തന്റെ ഭാഗം വിശദീകരണം കേൾക്കാതെ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഇവരുടേതായിട്ടുള്ള ആരോപണം. 2020 പാർട്ടിയും വിജയലക്ഷ്മിയുടെ ആരോപണത്തെ ഏറ്റെടുക്കുന്നു. പരാജയഭീതി മൂലം CPM പ്രവർത്തകരാണ് ഇത്തരത്തിൽ വ്യാജ പരാതി നൽകിയത്. അതായത് 11-ാം വാർഡിലാണ് വിജയലക്ഷ്മി ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത്. 14-ാം വാർഡിൽ ഇവർക്ക് വീടുണ്ട്. വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത് കൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്നു. ഒപ്പം 2 വാർഡുകളിലെ വീടുകളിലുമായി ഇവർ താമസിക്കുന്നുണ്ട്. പക്ഷേ ഈ കാരണങ്ങളൊക്കെ രേഖകൾ സഹിതം ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തിയെങ്കിലും അതൊന്നും പരിശോധിക്കാനോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും പരിഗണിക്കാനോ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി ഉന്നയിക്കുന്നത്. ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട അവസാന ദിവസം ഇവർ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയെങ്കിലും വോട്ടർ പട്ടികയിൽ വോട്ടിൽ പേരില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് പത്രിക തള്ളുകയായിരുന്നു. ഇതേ തുടർന്നാണ് വികാരാധീനതയായി ഈ വിജയലക്ഷ്മി കരയുന്നതും പാർട്ടി ശക്തമായ വിമർശനം CPM-നും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുമെതിരെ ഉയർത്തുന്നതും. ഓക്കെ, താങ്ക് യു ലെവിൻ.